നമസ്കാരം Lchf, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ എഗ് നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സുഹൃത്തുക്കൾ അതിൻ്റെ പിക്ചേഴ്സ് ഷെയർ ചെയ്തിരുന്നു. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. നമ്മുടെ ഡയറ്റിൽ മുട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റിലെ താരം. ഇന്ന് മുട്ട കൊണ്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഉണ്ണിയപ്പം ചട്ടിയിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ മഫിൻ ട്രേയിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് എന്തെല്ലാമാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയാം. കാബേജ് വളരെ പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളകും മഞ്ഞ ബെൽ പെപ്പറും പിന്നെ തക്കാളിയുടെ കുരുഭാഗം ഒഴിവാക്കിയിട്ട് കട്ടിയുള്ള പുറം ഭാഗം മാത്രം ചെറുതാക്കി മുറിച്ചെടുത്താൽ മതി. പിന്നെ മുട്ടയും. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള കളറിലുള്ള ക്യാപ്സിക്കം എടുത്താൽ മതി. കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ നിറത്തിലുള്ളത് എടുത്തത്. ഇനി പർപ്പിൾ നിറത്തിലുള്ള ക്യാബേജ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഈ മുട്ടയിലേക്ക് എത്ര വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റും അത്രയും ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തതിൽ ക്യാബേജ് മുഴുവൻ ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കി. പിന്നെ ഒരു പാകത്തിനായിട്ടുണ്ട്, ബാക്കി ഇട്ടിട്ടില്ല. ഇനി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിലർക്ക് ഇതിൽ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും, അങ്ങനെയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇവിടെ പാന് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒഴിച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പം ഓരോ കുഴിയിലേക്കും നമുക്ക് മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കണ്ട, ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി. ഇത് വേവായി വരുമ്പം പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. ഇനി മഫിൻ ട്രേയിൽ ഒഴിക്കുകയാണെങ്കിലും 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അത് ബേക്കായി വരുമ്പം കുറച്ചും കൂടെ പൊങ്ങി വരും. ഞാനിവിടെ ഒരു വശം ആയി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്തു. മഫിൻ ട്രേ നന്നായി ചൂടാക്കി, എണ്ണ പുരട്ടി ചൂടാക്കിയതിന് ശേഷം എഗ് മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ. അടുത്ത സൈഡ് ആയിക്കഴിഞ്ഞാൽ കോരിയെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചപ്പം കുറച്ച് അധികം ഒഴിച്ചു പോയി. അതുകൊണ്ട് ഷേപ്പിൽ കുറച്ചൊരു വൃത്തി കിട്ടിയിട്ടില്ല. ഇനി ഞാൻ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. ഇതിൽ ബാക്കിയുള്ള കുറച്ച് എണ്ണയിൽ ഇതുപോലെ മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മുട്ട അതിൻ്റെ പാകത്തിനായി വന്നിട്ടുണ്ട്. പുറത്തേക്കൊന്നും അധികം വന്നിട്ടില്ല. ഈ കുഴിയുടെ പാകത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു സൈഡായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവാകുന്നത് വരെ കാത്തു നിൽക്കാം. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. സാധാ ഓംലെറ്റിനെ ഒന്ന് കുഴിപ്പണിയാരത്തിൽ വെച്ചിട്ട് എഗ് ബൈറ്റ് ആക്കി എടുത്തതെന്നുള്ളൂ. വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിക്കുമ്പം ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നോർമൽ ഓംലെറ്റിനേക്കാളും ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ചില്ലി സോസ് കൂട്ടി കഴിക്കാം. ക്രീം ചീസ് ഇഷ്ടമുള്ളവർക്ക് അതും കൂട്ടി കഴിക്കാം. മുട്ടയെ തന്നെ നമുക്ക് വിവിധ രുചിയിൽ വിവിധ ഡിപ്പുകൾ കൂട്ടിയിട്ട് വ്യത്യസ്തമാക്കാം. Lchfൽ വന്ന ശേഷം നമുക്ക് കോൺഫിഡൻസ് കൂടും. വീട്ടിലാണെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ സമയം ബാക്കിയാണ്. അപ്പോൾ പുതിയത് വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യുക എന്ന് കരുതും. മുന്നത്തെ പോലെയല്ല, അരക്കണ്ട, പൊടിക്കണ്ട, ഇടിക്കണ്ട, അരിമാവ് കൊണ്ടുള്ള ഒരു ഫൈറ്റും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.